വെൽക്കം ടു ആരാധ്യ റെസിപ്പീസ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ബാരക്കുട ഫിഷാണ് എടുത്തിരിക്കുന്നത്. ശീലാവ് എന്ന് പറയും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഞാൻ 1 കിലോ ശീലാവ് എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടാണ് ചേർക്കുന്നത്. ഒരു 3 സ്പൂണോളം ചേർക്കുന്നുണ്ട്. സാധാരണ നാളികേരമാണെങ്കിൽ ഒരു 3-4 സ്പൂണോളം നാളികേരം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവയും ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. നാളികേരമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓഫാക്കിയ ശേഷം 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നാണ് അതത്തെ കളറ്. അതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക്, അതുമാതിരി 1/2 സ്പൂണ് നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് മാറ്റുകയാണ്. ഇനി അതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഒരു മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ചെറുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുമാതിരി 5 പച്ചമുളക് നടുക്കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി കിട്ടട്ടെ. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരയ്ക്കാൻ ഇളയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് ചേർത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു ഉണ്ടോളം വാളംപുളി വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിള വന്ന ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഏത് വിഷു ഇതേപോലെ ഒന്ന് കറി വെച്ചാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഒന്ന് മീനൊക്കെ ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് തുറന്നു കൊടുത്ത ശേഷം സൈഡ് ചെറുതായി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കി കൊടുത്താൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. സൈഡൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ അടി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനാണ്. ഏകദേശം വെള്ളമൊക്കെ ചെറുതായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് മാറ്റിയാണ്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ചെറുള്ളി, ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞതും, അതേപോലെ ചെറുള്ളി അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.